നിങ്ങളെല്ലാവരെയും കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബോംബെയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ദിവസങ്ങൾ വിവിധ സഭകൾ ഒരുമിച്ചുള്ള സമ്മേളനങ്ങളുടെ ദിവസങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഉടനെ തന്നെ അടുത്ത ഒരു സമ്മേളനം ഉണ്ടാകുന്നെങ്കിലും സഹിഷ്ണുതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ നമുക്ക് ആവശ്യമായ ആത്മീയ പോഷണം നൽകി തരേണ്ടതിന് വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഇങ്ങനെ ഒരവസരം ഒരുക്കിയ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ നമുക്ക് വളരെ പരിചയമുള്ള റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ വായിക്കപ്പെട്ട വേദവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് സമാധാനമുള്ളവരായിരിക്കുക എന്നുള്ളൊരു സന്ദേശം, be at peace with God. ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി കൈമാറുമ്പോൾ അതിന്റെ ആകത്തുക മനസ്സിലാക്കുവാൻ തോമസ് മേർട്ടൺ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസനിൽ നിന്ന് ഒരു ഉദ്ധരണി, ഒരു കൊട്ടേഷൻ ഞാൻ പ്രസ്താവിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: We are not in peace with others because we are not at peace with ourselves. And we are not in peace with ourselves because we are not in peace with God. നാം മറ്റുള്ളവരോട് സമാധാനമായിരിക്കുന്നില്ല. അതിന്റെ കാരണം നാം നമ്മിൽ തന്നെ സമാധാനമുള്ളവരല്ല. നാം ദൈവത്തോട് സമാധാനമുള്ളവരല്ല. അതുകൊണ്ട് നാം നമ്മിൽ തന്നെ സമാധാനമുള്ളവരല്ല. ദൈവത്തോടുള്ള സമാധാനം, നമ്മിൽ തന്നെയുള്ള സമാധാനം, മറ്റുള്ളവരോടുള്ള സമാധാനം, ഈ 3 വിഷയങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടതായി ഈ ഉദ്ധരണിയിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, ആഗോളവ്യാപകമായി അസമാധാനം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് മാനവകുലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറഞ്ഞെന്നിരിക്കും. മനുഷ്യന് ജീവിക്കുവാൻ അത്യന്താപേക്ഷിതമായ മൂലകങ്ങളെ കുറിച്ച്, ഘടകങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ജീവിക്കുവാൻ വേണ്ട പല കാര്യങ്ങളുമുണ്ട്, ഘടകങ്ങളുമുണ്ട്. എന്നാൽ അതെല്ലാം ഉണ്ടായാലും മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരവസ്ഥയാണ്, അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നാം തിരുവചനത്തിലൂടെയും മാനവ ചരിത്രത്തിലൂടെയും മനസ്സിലാക്കുമ്പോൾ സമാധാനത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നാം ഏത് സംസ്കാരത്തിൽ ചെന്നാലും സമാധാനം എന്ന വിഷയം വളരെ പ്രസക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. മനുഷ്യർ അന്യോന്യം അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹൂദ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കണ്ടാൽ അവൻ അഭിവാദ്യം ചെയ്യുന്നത് ഷലോം,
പീസ് ബി വിത്ത് യു, നിന്നോടുകൂടെ സമാധാനം, ദൈവ സമാധാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അഭിവാദ്യം ചെയ്യുന്നത്. മുസ്ലിം സഹോദരങ്ങൾ അവർ തമ്മിൽ അഭിവാദ്യം ചെയ്യുമ്പോൾ അവർ പറയും സലാം അലൈക്കും, ദൈവസമാധാനം നിന്നോടുകൂടെ ഇരിക്കട്ടെ. നമ്മുടെ ഭാരത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ മതപശ്ചാത്തലത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ, പുരോഹിത വർഗത്തോടുള്ള ബന്ധത്തിലൊക്കെ അവരുപയോഗിക്കുന്ന ഓം ശാന്തി എന്നുള്ള പദപ്രയോഗം, അതിന്റെ അർത്ഥവും മറ്റൊന്നുമല്ല സമാധാനം നിന്നോടുകൂടെ ഇരിക്കട്ടെ. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ മാനവ സമൂഹം മുഴുവൻ അറിഞ്ഞോ അറിയാതെയോ അന്തരംഗത്തിൽ ആഗ്രഹിക്കുന്ന, അന്തരംഗത്തിൽ അവൻ ആവശ്യബോധമുള്ള ഒരവസ്ഥയും അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. ക്രിസ്തീയ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നാം സാധാരണ അഭിവാദ്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മറ്റു പല പദപ്രയോഗങ്ങളുമുണ്ട്. എങ്കിലും ചിലരെങ്കിലും സമാധാനം സംബന്ധിക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് പലപ്പോഴും തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളുടെ ആരംഭ ഭാഗത്ത് മിക്കവാറും എപ്പോഴും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞയച്ച കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവരോട് ആദ്യം പറയേണ്ടത് നിങ്ങൾക്ക് സമാധാനം. അഭിവാദ്യം ചെയ്യുവാൻ വിവിധ സംസ്കാരങ്ങളിൽ, മതപശ്ചാത്തലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിക്കുന്നത് സമാധാനം നേർന്നുകൊണ്ടാണ്. അതുപോലെ ആരെയെങ്കിലുമൊക്കെ യാത്രയയക്കുമ്പോൾ വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും നമ്മുടെ മലയാള പശ്ചാത്തലത്തിൽ പോലും സമാധാനത്തോടുകൂടെ പോയി വരിക, ഗോ ഇൻ പീസ് ഓർ ഡിപ്പാർട്ട് ഇൻ പീസ്, അങ്ങനെ ഫെയർവെൽ വേർഡ്സ് ആയിട്ട് പറയുന്നത് നമുക്ക് തിരുവചനത്തിന്റെ ഏടുകളിലും ചരിത്രത്തിലും കാണുവാനായിട്ട് കഴിയുന്നു. അഹരോനിക് ബ്ലെസ്സിങ്, അഹരോന്യ ആശീർവാദത്തിൽ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നമുക്ക് സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നത്, അവസാന ഭാഗത്ത് പറയുന്നത്, യഹോവ തന്റെ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, സമാധാനം എന്ന അനുഭവത്തിന്റെ പ്രാധാന്യത നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏടുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ സമാധാനം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ അല്ലെങ്കിൽ നീതിമാന്മാരുടെ ഒരനുഗ്രഹവും ഒരവകാശവുമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. It is a blessing and it is an inheritance of the righteous. 29-ാം സങ്കീർത്തനം അവസാന വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സമാധാനത്തോടുകൂടെ ജീവിക്കുക, സമാധാനത്തോടുകൂടെ ഉറങ്ങുക, അതോടൊപ്പം തന്നെ സമാധാനത്തോടുകൂടെ മരിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ ആഗ്രഹവും ആവശ്യബോധവുമായിട്ട് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് തിരുവചനത്തിൽ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനം 26-ൽ നമ്മൾ വായിക്കുമ്പോൾ, സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ദൈവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് നാം വായിക്കുന്നു. പൂർണ്ണ സമാധാനത്തിൽ കാക്കപ്പെടുന്ന ഭക്തന്റെ ജീവിതം, കാരണം അവൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്നു.
4-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതോടൊപ്പം തന്നെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഉൽപ്പത്തി 15:15 അതുപോലെ മറ്റനേക ഭക്തന്മാരോട് നീ പൂർണ്ണ സമാധാനത്തോടെ പിതാക്കന്മാരോട് ചേരും എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ പൂർവകാല ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സമാധാനത്തോടുകൂടെ പിതാക്കന്മാരോട് ചേരുക. അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം ഉള്ളത് കൊണ്ടാണ് യാക്കോബ് പരിതപിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ദുഃഖത്തോടെ എന്റെ നരയെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. അപ്പോൾ പഴയ നിയമ ഭക്തന്മാരുടെ ഒക്കെ പ്രതീക്ഷയും അവരെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ ആഗ്രഹവും ഒക്കെ എന്ന് പറയുന്നത് സമാധാനത്തോടുകൂടെ മരിക്കുക, സമാധാനത്തോടുകൂടെ പിതാക്കന്മാരോട് ചേരുക. ഞാൻ മുൻ പറഞ്ഞതൊന്നുകൂടെ പറയുക, സമാധാനത്തോടുകൂടെ ജീവിക്കുക, സമാധാനത്തോടുകൂടെ ഉറങ്ങുക, അതോടൊപ്പം തന്നെ സമാധാനത്തോടുകൂടെ പിതാക്കന്മാരോട് ചേരുക എന്നുള്ളത് പഴയ നിയമ ഭക്തന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയും ജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതോടൊപ്പം തന്നെ തിരുവചനത്തിൽ സമാധാനം സംബന്ധിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, the promise of divine peace for his people, അനേക വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനം 66-ാം അധ്യായം 12-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നദി പോലെ ദൈവം അവർക്ക് സമാധാനം നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. യിരെമ്യാപ്രവചനം 33-ാം അധ്യായം 6-ാം വാക്യത്തിൽ സമാധാനത്തിന്റെ സമൃദ്ധി അവർക്ക് നൽകുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം തന്റെ ജനത്തിന് ന്യായപ്രമാണം നൽകുമ്പോൾ ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് തുടക്കം നാം വായിക്കുന്നത്. എന്റെ ചട്ടം ആചരിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ചനുസരിച്ചാൽ, പിന്നീട് വരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ദേശത്ത് സമാധാനം തരും, ഞാൻ ദേശത്ത് സമാധാനം തരും, and I will give peace in the land. ആ അധ്യായത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. അതൊന്നും ഇന്ന് രാത്രി എടുത്ത് പ്രസ്താവിക്കുന്നില്ല. ഡിവൈൻ പ്രോമിസ് ഓഫ് പീസ് ഇൻ ദ ലാൻഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന സമാധാനം നിറഞ്ഞ അന്തരീക്ഷം, പ്രത്യേക ഈ കോവിഡ് കോണ്ടെക്സ്റ്റ്, മാനവജാതി മുഴുവനും അസ്വസ്ഥരായി അരാജകത്വത്തിൽ കഴിയുകയാണ്, ആകുല ചിന്തയിൽ കഴിയുകയാണ്, ഭാവിയെക്കുറിച്ച് ചിന്താകുലമുള്ളവരായി കഴിയുകയാണ്, അടുത്തതെന്ത് എന്നറിയാതെ വ്യസനിക്കുകയാണ്. ആർക്ക് ഈ പ്രതിസന്ധിക്ക് പരിഹാരവും മനുഷ്യകുലത്തിന് സ്വസ്ഥതയും സമാധാനവും കൊടുക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ കഴിവുകളും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും എല്ലാം കൈമലർത്തിയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പറയുവാൻ കഴിയും: ദേശത്ത്, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ സമാധാനം വരുത്തുവാൻ കഴിയുന്നത്, സ്വസ്ഥത വരുത്തുവാൻ കഴിയുന്നത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ന്യായാധിപന്മാർ അവരെ വാഴുന്ന കാലഘട്ടത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, അവർ കടന്നുപോയ പ്രതിസന്ധികളുടെ നടുവിൽ, പീഡനങ്ങളുടെ നടുവിൽ, പ്രവാസത്തിന്റെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ന്യായപാലനം നടത്തി കഴിയുമ്പോൾ നമുക്കിങ്ങനെ തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, 40 സംവത്സരം ഇസ്രായേലിന് സ്വസ്ഥത വന്നു. മൂലഭാഷയിലും മറ്റു പല വേർഷൻസിലും സ്വസ്ഥത എന്നുള്ള ഭാഗത്ത് അവർക്ക് സമാധാനം എന്നുള്ള ആശയമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദേശത്ത് ദൈവം സ്വസ്ഥത വരുത്തുകയാണ്, സമാധാനം വരുത്തുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവം
അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവമാണ്. Our God is the God of peace. അവൻ ദേശത്ത് സമാധാനം വരുത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സമാധാനത്തിന്റെ വാഗ്ദത്തം ദൈവം തന്റെ ജനത്തിന് നൽകുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എന്റെ ചട്ടം ആചരിക്കണം, എന്റെ കൽപ്പന പ്രമാണിച്ചനുസരിക്കണം. When the people of God are in obedience with the law of God, ദൈവത്തിന്റെ കൽപ്പനകളോട് അവൻ അനുസരണം കാണിക്കുമ്പോൾ ദൈവം ദേശത്ത് സമാധാനം അയക്കുവാനിടയായിത്തീരും. 119 സങ്കീർത്തനത്തിന്റെ 165 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. മഹാസമാധാനമുണ്ട്. ഗ്രേറ്റ് പീസ്. അവന്റെ ന്യായപ്രമാണത്തോട് പ്രിയം. Whoever loves the law of the Lord, ദൈവത്തിന്റെ പ്രമാണത്തെ സ്നേഹിക്കാൻ ഒരുവൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നത് അവന് ദൈവം കൊടുക്കുന്നതാണ് മഹാസമാധാനം. ഗ്രേറ്റ് പീസ്. ഓ ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനം ദൈവവചന അധിഷ്ഠിതമാകിയാൽ ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിരുവചനത്തിന്റെ ഏടുകളിൽ നമുക്ക് ദൈവം മനുഷ്യനുമായി, വിശേഷാൽ തന്റെ ജനവുമായി ചെയ്ത സമാധാനത്തിന്റെ ഉടമ്പടിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. എസെക്കിയേൽ 37 ദൈവം ചെയ്യുന്ന സമാധാനത്തിന്റെ ഉടമ്പടിയെ കുറിച്ച് കാണുന്നുണ്ട്. യെശയ്യാവ് 54:10 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമത്തിന് നീക്കം വരികയില്ല. ശ്രദ്ധിക്കുക, God has made a covenant of peace with his people. ഒരു സമാധാനത്തിന്റെ ഉടമ്പടി, ദൈവവുമായിട്ടുള്ള സമാധാനത്തിന്റെ ഉടമ്പടി. ആ ഉടമ്പടിയിൽ ജനം നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അവരുടെ ദേശത്തിന് ദൈവം സമാധാനം നൽകുന്ന വാഗ്ദത്തം. The covenant of peace includes the promise of peace for the people of God. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അസ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സമാധാനം എന്ന അനുഭവത്തിന്റെ അവസ്ഥയുടെ അതിപ്രധാനമായ മേഖല എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് പാലിക്കുന്ന സമാധാനത്തിന്റെ അനുഭവമാണ്. ആ വേദവാക്യമാണ് ആധാരമായി നാം വായിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മൂലം പിതാവായ ദൈവത്തോട് സമാധാനം. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ എലിഫസ് യോബിനോട് സംസാരിക്കുമ്പം അവനോട് പറയുന്നുണ്ട്, നീ ദൈവത്തോട് ഇണങ്ങിയിരിക്കുക. Be at peace with God. അത് നിമിത്തം നിനക്ക് നന്മ വരും. നിങ്ങൾ ആ വാക്യം താഴോട്ട് പിന്നെ വായിച്ചു കൊള്ളുക. അവിടെ എലിഫസ് അനുഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അപ്പോൾ ദൈവത്തോട് സമാധാനമായിരിക്കുക എന്നുള്ള കൺസെപ്റ്റ് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് ആ ധാര നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു സുവിശേഷ സന്ദേശം കൂടെയാണല്ലോ. സത്യസുവിശേഷം അറിയാത്ത, ആത്മരക്ഷകനെ കണ്ടെത്താത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞു. അവൻ ദൈവമായിട്ട് ശത്രുത്വത്തിലായി തീർന്നു. അതാണ് വേദപുസ്തകം പറയുന്നത്, man came in enmity with God. മനുഷ്യൻ ശത്രുത്വത്തിലായി. അത് തന്നെയാണ് നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ തുറന്ന് വായിക്കുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. അഭക്തരായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. ബലഹീനരായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചു. ആ പദങ്ങളുടെ വിശദീകരണത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. Sin has brought separation and enmity between man and God. പാപം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം
അകറ്റിക്കളഞ്ഞു. ശത്രുത്വം അതിനിടയിൽ കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളായ നമുക്ക് ഇന്ന് രാത്രി സന്തോഷവും അഭിമാനവും നൽകുന്ന വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ധന്യനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി, അവൻ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. അവൻ നമ്മുടെ സമാധാനം. ക്രിസ്തു നമ്മുടെ സമാധാനം. He became our peace. അവൻ നമ്മുടെ സമാധാനം. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്നെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അടുത്ത വാക്യം കൂടെ, അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ദൂരത്തുള്ളവർക്കും സമീപത്തുള്ളവർക്കും ഒരുപോലെ സമാധാനം സുവിശേഷിച്ച രക്ഷകനായ ക്രിസ്തുവിനെ പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ യഥാർത്ഥമായ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ദൈവവുമായിട്ടുള്ള നിരപ്പിലേക്കും കടന്നു വന്നിട്ടില്ലെങ്കിൽ, ഈ രാത്രി ഒരു സുവിശേഷകന്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നസ്രയനായ യേശു ക്രിസ്തു നിങ്ങളുടെ സമാധാനമാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങളെ നിരപ്പിക്കുവാൻ, നിങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനാണ്. തന്റെ ക്രൂശ് മുഖാന്തരമാണ്. ദൈവത്തിന് സ്തോത്രം. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ പീസ്. അവൻ നമ്മുടെ സമാധാനം. യഹൂദനും ജാതിയും തമ്മിലുള്ള നിരപ്പ്, ദൈവവും മാനവജാതിയും തമ്മിലുള്ള നിരപ്പ് ക്രൂശ് മുഖാന്തരം യേശു ക്രിസ്തു തന്റെ യാഗത്താൽ നേടിയെടുക്കുവാനായിട്ടിടയായി തീർന്നു. യെശയ്യാ പ്രവാചകൻ ക്രൂശിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ ദൈവത്തിന്റെ പുത്രൻ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി അകർത്തിയാഗമായി തീർന്നത് കൊണ്ട് അവൻ ഇന്ന് രാത്രി നമ്മുടെ സമാധാനമാണ്. ഹല്ലേലൂയ. അവൻ സമാധാനത്തിന്റെ പ്രഭു എന്നാണ് പ്രവാചകൻ ആത്മാവിൽ അവനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. ഹല്ലേലൂയ. സമാധാനം കണ്ടെത്തുവാൻ മറ്റൊരു മുഖാന്തരം അന്വേഷിച്ച് നീ പോകേണ്ട ആവശ്യമില്ല. സമാധാനദായകനായ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടിയാൽ, അവനെ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്താൽ, അസ്വസ്ഥത മാറി സ്വസ്ഥത പ്രാപിക്കുവാൻ, അസമാധാനം മാറി സമാധാനം ഏറ്റെടുക്കുവാൻ, നിരാശകൾ മാറി പ്രത്യാശ ഉൾക്കൊള്ളുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്നുള്ളതിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. Hallelujah. The cross of Christ became the source of peace for mankind. മാനവജാതിക്ക് സമാധാനത്തിന് ആത്മരക്ഷയുടെ വഴിയായി യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഉദ്ഘാടനം ചെയ്ത കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവ ശക്തിയാൽ രക്ഷപ്പെടുവാൻ, ആ ക്രൂശ് മുഖാന്തരം ദൈവിക സമാധാനം അനുഭവിപ്പാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യമതവിക്കായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മാനവജാതിക്ക് വന്ന് സംഭവിച്ച അപജയമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ നമുക്കറിയാം, യെരൂശലേമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ നഗരത്തെ സമീപിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതെന്നറിയാമോ? യെരൂശലേമിലേക്ക് നടന്നു ചെല്ലുന്ന കർത്താവ് ആ നഗരത്തെ കണ്ടുകൊണ്ട് കരയുകയാണ്, താൻ ദുഃഖിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? നിന്റെ സമാധാനത്തിനുള്ളത് നീ ഇന്ന് അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു.
എന്നാൽ പറയുകയാണ് ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിന്റെ സന്ദർശനകാലം നീ അറിയായിക കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി. ആ ഭാഗങ്ങൾ നിങ്ങളുടെ ചിന്തിക്കാൻ വിടുകയാണ്. എങ്കിലും യെരൂശലേമിന്, പട്ടണത്തിന്, അല്ലെങ്കിൽ അവിടെ പാർക്കുന്ന ജനത്തിന്, ദൈവത്തിന്റെ ജനമെന്ന് പേർ വിളിക്കപ്പെട്ടവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളെ കുറിച്ച് ആ ഭാഗം പറയുന്ന പ്രിയപ്പെട്ടവരെ. ഒന്ന്, അവരുടെ സമാധാനത്തിനുള്ളത് അവർക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ സമാധാനത്തിനായി സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞിറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. രണ്ട്, അവരുടെ സന്ദർശനകാലം അവരറിഞ്ഞില്ല. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് വന്ന് സംഭവിക്കുന്ന വലിയ അനർത്ഥത്തെ കുറിച്ചാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. വ്യത്യസ്തമല്ല ഈ കാലഘട്ടത്തിന്റെ കാര്യവും. സ്തോത്രം. സമാധാനത്തിനുള്ളതറിയാത്ത ഒരു തലമുറ അസ്വസ്ഥതകളാൽ നിറയപ്പെട്ട് നമുക്ക് ചുറ്റുപാടും പാർക്കുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവിലൂടെ സമാധാനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളെ, ഈ കാലഘട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ഇരട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾ മറക്കരുത്. പൂർവ്വകാലങ്ങളിലേക്കാൾ ഉപരി അസമാധാനം മനുഷ്യ മനസ്സിനെ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകത്തോട്, ചുറ്റുപാടുകളോട് സമാധാനദായകനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, പ്രസംഗിക്കുവാൻ, പരിചയപ്പെടുത്തുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദൈവമക്കളായ നാം അതിൽ നിന്ന് ഒഴിവുള്ളവരാകരുതെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളെ അർപ്പിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് എങ്ങനെ സമാധാനം ആചരിക്കുവാൻ കഴിയും? It is only through Christ and it is only through the cross. ക്രൂശ് മുഖാന്തരവും യേശു ക്രിസ്തു മുഖാന്തരവും അല്ലാതെ മനുഷ്യന് ദൈവത്തോട് സമാധാനം പ്രാപിക്കുവാൻ കഴിയുകയില്ല. മഹാനായ ബില്ലി ഗ്രഹാം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു. Christ alone can bring lasting peace. Peace with God, peace among men and nations, and peace within our hearts. ദൈവ മനുഷ്യന്റെ ലോകത്തോടുള്ള പ്രസ്താവന ഇതാണ്. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പീസ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു പുസ്തകം ബില്ലി ഗ്രഹാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന പ്രതിപാദ്യം ഇതാണ്: ക്രൈസ്റ്റ് alone can bring lasting peace. ഒരുപക്ഷേ ചില മാർഗങ്ങളും മാധ്യമങ്ങളും താൽക്കാലിക ആശ്വാസം പോലെ മനുഷ്യൻ അല്പസമാധാനം കൊടുത്തെന്നിരിക്കും. അതിനുവേണ്ടി മനുഷ്യൻ ആശ്രയിക്കുന്ന പല മുഖാന്തരങ്ങളുമുണ്ട്. എന്നാൽ ഒരു കാര്യം, only Christ can bring lasting peace. നിലനിൽക്കുന്ന സമാധാനം മനുഷ്യന് കൊടുക്കാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിന്റെ മൂന്ന് മേഖലകളാണ് പറയുന്നത്. ഒന്ന്, പീസ് വിത്ത് ഗാഡ്, ലാസ്റ്റിംഗ് പീസ് വിത്ത് ഗാഡ്, ലാസ്റ്റിംഗ് പീസ് among men and nations, and peace within our hearts. രാജ്യങ്ങളും മനുഷ്യരും തമ്മിലുള്ള സമാധാനം, അതിലെല്ലാം ഉപരി നമ്മുടെ അന്തരംഗത്തിൽ നിറയുന്ന സമാധാനം. ആ ഭാഗം ഞാൻ പരിസമാപ്തി കുറിച്ച് അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ്. It is very common to see peace treaties between nations. രാജ്യങ്ങൾ തമ്മിൽ സമാധാന കരാറുകൾ, ഉടമ്പടികളൊക്കെ ഉണ്ടാക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കാണാറുണ്ടല്ലോ. യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധാനന്തരമൊക്കെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഇടപെട്ടിട്ട് പല രാജ്യങ്ങളെയും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാറുണ്ട്. നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള സന്ദേശം ഇതാണ്: God has made a treaty with the mankind through Jesus Christ and his cross. യേശു ക്രിസ്തുവിൻ തന്റെ കാൽവറി ക്രൂശ് മുഖാന്തരം ദൈവം മനുഷ്യനോട് ഒരു സമാധാന ഉടമ്പടി ചെയ്തു. That is the core content of the gospel of Jesus Christ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കാതലായ വിഷയം മതം മാറ്റമല്ല, മതപ്രചരണമല്ല, മാനവജാതിയുമായി ദൈവം ചെയ്ത സമാധാന കരാറിന്റെ വിളംബരമാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷ സന്ദേശത്തിൽ ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു:
ദൈവം മനുഷ്യനോട് ഒരു സമാധാനത്തിന്റെ ഉടമ്പടി ചെയ്തു യേശു ക്രിസ്തു മുഖാന്തരം. എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ദൈവമക്കൾക്കും ആ സമാധാന ഉടമ്പടിയിൽ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. അങ്ങനെയുള്ള ഭാഗ്യപദവി ലഭിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമാധാന ഉടമ്പടി യേശു ക്രിസ്തു മുഖാന്തരം നീ ദൈവത്തോട് ചെയ്യാമെങ്കിൽ സമാധാനദായകനായ കർത്താവ് ഈ രാത്രി നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുവാനായിട്ടിടയായി തീരും. പീസ് വിത്ത് ഗാഡ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പീസ് വിത്തിൻ us, നമ്മളിൽ നാം അനുഭവിക്കുന്ന സമാധാനം. ദൈവമായിട്ട് സമാധാന ഉടമ്പടിയിൽ വന്നവന് മാത്രമേ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു ചിന്തകന്റെ ചിന്തയിൽ ഞാൻ വായിച്ചു, ദൈവമായിട്ട് സമാധാനത്തിൽ വന്നു എന്ന് പറയുന്ന പലർക്കും വാസ്തവത്തിൽ ഇന്ന് അന്തരംഗത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ലെന്ന്. അവരവരെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ക്രിസ്തു സമാധാനദായകനായി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും ഇപ്പോഴും നമ്മുടെ സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, എവിടെയോ ബന്ധത്തിന് പെശകൊണ്ടെന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കി ക്രമീകരണം പ്രാപിക്കാനായിട്ട് ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. സമാധാനദായകനായ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയെന്ന് പറയുകയും അസ്വസ്ഥതയിലും അസമാധാനത്തിലും ജീവിക്കുകയുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ പാകപ്പിഴകളുണ്ട്, പാളിച്ചകളുണ്ട്. പരിഹാരം വരുത്തുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ 14:27 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. 16:33 ഒക്കെ അറിയാം, വിശദീകരിക്കുവാൻ സമയമില്ല. കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വാചക കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 1:27. ആദ്യം പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്നിട്ട് കർത്താവ് പറയുക, ഒരു സാധാരണ സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരാനും ലോകത്തിന് എടുക്കുവാനും കഴിയാത്ത ദിവ്യ സമാധാനം. What a great peace! എത്ര വലിയ സമാധാനമാണെന്നറിയാമോ? ലോകം അനുഭവിക്കുന്നതോ ലോകത്തിൽ ഉള്ളതോ ആയ ഒരു സമാധാനത്തിന്റെ അംശമല്ല കർത്താവ് തന്റെ ജനത്തിന് പകർന്നു കൊടുക്കുന്നത്. തന്റെ സമാധാനം, ജീവിതത്തിലൂടെ താൻ വെളിപ്പെടുത്തിയ സമാധാനം, അസ്വസ്ഥതകൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, പീഡനങ്ങൾ നിറഞ്ഞ, മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ താൻ അനുഭവിച്ച സമാധാനം, താൻ കാത്തു സൂക്ഷിച്ച സമാധാനം, ആ സമാധാനം അവൻ നമ്മിലേക്ക് പകർന്നു. സ്തോത്രം. He imparted his peace in our hearts. അതുകൊണ്ടാണ് കൊലോസ്യലേഖനം 3:15 വാക്യത്തിൽ ധന്യനായ പൗലോസ് എഴുതി വെച്ചത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അസ്വസ്ഥതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നാൽ ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ള സന്ദേശം പൗലോസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ്: ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. Let the peace of Christ rule or reign in our hearts. അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സമാധാനം എന്റെ ഹൃദയത്തിനകത്ത് വാഴണമേ എന്ന്. അസ്വസ്ഥതയോടെ ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് അവിടെ എവിടെയെങ്കിലും എന്നെ കേൾക്കുന്ന പലരും അസ്വസ്ഥരായി, ആകുലചിത്തരായി ഒക്കെ എന്റെ വാക്കുകളെ കേൾക്കുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങളോട് ദൈവാത്മാവിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ക്രിസ്തുവിന്റെ സമാധാനം അത് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു കാര്യമല്ലെന്നേ. നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തുകയാണ്, നമ്മുടെ ഹൃദയങ്ങളെ റൂൾ ചെയ്യുകയാണ്. Let the peace of Christ rule and guide our life. നമ്മുടെ ജീവിതത്തെ ഭരിക്കുകയും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സമാധാനമാകട്ടെ. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് നാം സമാധാനം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത് അറിയാമോ?
ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അത് നമുക്കറിയാം. എന്നാൽ അടുത്ത വാചകം നമ്മളോട് പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. And the peace of God which passeth all understanding shall keep your hearts and minds through Christ Jesus. What a glorious and meaningful statement. എത്ര ആഴമേറിയ അർത്ഥവത്തായ മഹത്തരമായ ഒരു പ്രസ്താവനയാണ് പറയുന്നതെന്നറിയാം. അതിനെക്കുറിച്ച് ഒരു ചിന്തകന്റെ ചിന്ത ഇങ്ങനെയാണ് ദൈവമക്കളെ. When we put our problem in his hands, listen carefully. When we put our problems in his hands, he puts his peace in our hearts. When we put our problems in his hands, അവന്റെ കരത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ, he puts his peace in our hearts. നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് അവൻ നമ്മുടെ സമാധാനം പകരും. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ആഗ്രഹിക്കുന്നത് പോലെ അങ്ങ് മറുപടി തന്നുകൊണ്ടല്ല ദൈവം നമ്മളെ സഹായിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ അല്ലല്ലോ അല്ലേ? ചോദിക്കുന്ന എല്ലാം ദൈവം തന്നോണ്ടിരിക്കുകയാണോ? എല്ലാം നമ്മളങ്ങ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച എത്രയോ പ്രാർത്ഥനയ്ക്ക് മറുപടി പെൻഡിങ് ആണ്. പക്ഷേ ആ ചിന്തകൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ, അവന്റെ ഹാൻഡിലോട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ ഹാർട്ടിലോട്ട്, നമ്മുടെ ഹൃദയത്തിലോട്ട് അവൻ എന്താ വരുന്നതെന്ന് അറിയാമോ? സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ രാത്രി നിന്റെ അസ്വസ്ഥതകളെ, നിന്റെ ആവശ്യങ്ങളെ, നിന്റെ വിഷമതകളെ, നിന്റെ ഭാരങ്ങളെ, നിന്റെ ഞെരുക്കങ്ങളെ, ആകുല ചിന്തകളെ അവന്റെ കയ്യിലേൽപ്പിക്കുക സ്തോത്രത്തോടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, നീ അറിയാത്ത ഒരു സമാധാനത്തിന്റെ സമൃദ്ധി നദി പോലെ നിന്റെ അന്തർഗതത്തിലേക്ക് ദൈവം അയക്കുന്ന രാത്രിയാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന അവസ്ഥയെ കുറിച്ച് ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. God's peace is not the calm after the storm, but in the midst of it. എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റിന് ശേഷം വരുന്ന ഒരു ശാന്തതയല്ല ദൈവം തന്റെ ജനത്തിന് നൽകുന്ന സമാധാനം എന്ന് പറയുന്നത്, സ്വസ്ഥത എന്ന് പറയുന്നത്. പിന്നെന്താ? കൊടുങ്കാറ്റിന്റെ നടുവിൽ, തിരമാലകളുടെ നടുവിൽ, പടകിൽ അമരത്ത് തലവച്ചുറങ്ങിയ കർത്താവിനെ പോലെ. പ്രിയമുള്ളവരെ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ, പ്രയാസമൊന്നുമില്ലെങ്കിൽ, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ, ഞെരുക്കമൊന്നുമില്ലെങ്കിൽ ആർക്കാ സമാധാനമായിരിക്കാൻ പറ്റാത്ത, പുഞ്ചിരിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരോട് സമാധാനത്തോട് സംസാരിക്കാൻ പറ്റാത്ത? അതൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ? അതൊക്കെ സാധാരണ മനുഷ്യന് കഴിയുന്ന കാര്യമാണ്. എല്ലാ മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, സല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ അന്യോന്യം ഷാലോം എന്നും അസ്സലാമു അലൈക്കും എന്നും ഓം ഷാദി എന്നും നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ പറയും. എന്നാൽ കൊടുങ്കാറ്റിന്റെ നടുവിൽ, പെരുങ്കാറ്റിന്റെ നടുവിൽ, ഭേമാരിയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വിഷമതകളുടെ നടുവിൽ, കണ്ണുനീരിന്റെ താഴ്വരയിൽ, വെല്ലുവിളികളുടെ നടുവിൽ, മരണനിഴലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നത്, സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാമോ? ദൈവ സമാധാനം അകത്ത് വ്യാപരിക്കുന്നവർക്ക്. സ്തോത്രം. നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് വാക്യം ഉദ്ധരിച്ചല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനക്കാരൻ അത് എഴുതുമ്പോൾ പ്രതിസന്ധികൾ ചുറ്റുപാടുമുണ്ട്, വെല്ലുവിളികൾ ചുറ്റുപാടുമുണ്ട്, ശത്രുക്കൾ തനിക്ക് ചുറ്റുമുണ്ട്, ആക്രമണം ഏത് സമയവും സംഭവിക്കാം. എന്നാൽ ചുറ്റുപാടും ഉയരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ടുകൊണ്ട് ഉറക്കം കളയുന്നവനും ഉറക്കം കെടുന്നവനുമല്ല ദൈവത്തിന്റെ ഭക്തൻ. താൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്.
ഓ ഹല്ലേലൂയ. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? There may be those on earth who dress better or eat better, but those who enjoy the peace of God sleeps better. ഒരുപക്ഷെ ലോകത്തിൽ നിങ്ങളെക്കാൾ നന്നായി വസ്ത്രം ധരിക്കുന്നവരുണ്ടായിരിക്കും, നന്നായി ആഹാരം കഴിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ ദൈവ സമാധാനം ആസ്വദിക്കുന്നവനുണ്ടല്ലോ, അവൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ആമേൻ, ഹല്ലേലൂയ. മറ്റൊരു ചിന്തകൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? നീ സുഖമായിട്ട് കിടന്നുറങ്ങ്. ഓ, കാരണം എന്താണെന്നറിയാമോ? നിനക്ക് വേണ്ടി അവൻ ഉണർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നുമില്ല. ഉറങ്ങാത്ത ഒരുവൻ, മയങ്ങാത്ത ഒരുവൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ അകത്ത് പകർന്ന് നമ്മെ സ്വസ്ഥതയോടെ നടത്തുന്നവനാണ്. മറ്റൊരു ചിന്തകന്റെ ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: If God be our God, He will give us peace in trouble. പ്രതിസന്ധിയുടെ നടുവിൽ അവൻ നമുക്ക് സമാധാനം തരും. When there is a storm without, He will make peace within. When there is storm outside, He will give peace within. The world can create trouble in peace, but God can create peace in trouble. The world can make trouble in peace, but God can make peace in trouble. ലോകം സമാധാനത്തിന്റെ നടുവിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സംഭവിക്കുന്നത്. കൊറോണയുടെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും അസമാധാനത്തിലും മാനവകുലം കഴിയുമ്പോൾ രാഷ്ട്രങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മതങ്ങൾ, സാമൂഹ്യ വ്യവസ്ഥിതികളൊക്കെ മനുഷ്യന്റെ സ്വസ്ഥത പിന്നെയും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. They are making trouble within peace. But God whom we serve, എന്നാൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, അവൻ അസ്വസ്ഥതകളുടെ നടുവിൽ നമുക്ക് വേണ്ടി സമാധാനമുണ്ടാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഇടവരുത്തട്ടെ. ഒരു കാര്യം പറഞ്ഞതൊന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. God's peace is not the calm after the storm. കൊടുങ്കാറ്റ് കഴിഞ്ഞിട്ട്, പ്രതിസന്ധി മാറിയിട്ട് നിനക്ക് ലഭിക്കുന്നതല്ല ദൈവിക സമാധാനവും സ്വസ്ഥതയും. നേരെ മറിച്ച് പ്രതിസന്ധിയുടെ നടുവിൽ, കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥരായി ചേവകരുടെ നടുവിൽ സ്വസ്ഥതയോടെ കിടന്നുറങ്ങിയ അപ്പോസ്തലനെ പോലെ ഇന്ന് രാത്രി മനസ്സിലാക്കാൻ പറ്റുമോ? കാർമേഘം ചുറ്റും ഉരുണ്ടുകൂടുമ്പോഴും പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണം പോലും കാണാതെ ഇരിക്കുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഭക്തന്മാര് പാടിയതുപോലെ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണുമെന്ന് വിശ്വാസത്തോടെ ഏറ്റുപാടിക്കൊണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശാ നിർഭരമായ ജീവിതം നയിക്കുവാൻ കൃപ ലഭിച്ച ഭക്തന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എൻജോയ് ദ പീസ് വിത്തിൻ. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്: സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ, ഹു ഈസ് വിത്ത് us? God of peace. നമ്മോട് കൂടെ ഉള്ളത് ആരാണെന്നറിയാമോ? സമാധാനത്തിന്റെ ദൈവമാണ്. എനിക്കറിയാം, നാം വിശ്വസിക്കുന്നു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന്. Emmanuel, God is with us. The same God is the God of peace. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സമാധാനം അനുഭവിച്ചുകൂടാ? അതിനെ കവിയുന്നതിൽ 16-ാം അധ്യായം 20-ാം വാക്യം 16:20 ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. ശ്രദ്ധിക്കുക, സമാധാനത്തിന്റെ and God of peace shall bruise Satan under your feet shortly. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദാസന്മാരെ, വിശദീകരണം കൂടാതെ ഈ രാത്രി ഞാൻ നിങ്ങളോട് വചനത്തിനെ വിളിച്ചതിൽ പറയട്ടെ,
റോമയിലുള്ള ദൈവമക്കളോട് പൗലോസ് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ആശയം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമല്ലോ. എനിക്കും നിനക്കും എതിരായി നിൽക്കുന്ന അനുഭവങ്ങൾ, എന്നെയും നിന്റെയും ഞെരുക്കുന്ന അവസ്ഥകൾ, എന്നെയും നിന്റെയും ഗമനത്തെ തടയുന്ന അവസ്ഥകൾ, അതിനെയൊക്കെ കാൽ കീഴെ ചതച്ചു കളയാൻ കഴിയുന്ന ഒരു കർത്തനെയാണ് ഇന്ന് രാത്രി ഞാൻ നീയും സേവിക്കുന്നത്. In Christ we are more than conquerors. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ പ്രതിസന്ധികൾ ഉയരുന്നുണ്ട്, അസ്വസ്ഥതകൾ ഏറി വരുന്നുണ്ട്, ആകുല ചിത്രങ്ങൾ നമ്മെ മൂടുന്നുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, I am a conqueror. ഞാനൊരു ജയാളിയാണ്. ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായിട്ടാണ് ദൈവം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സമാധാനത്തിന്റെ ദൈവം, അവൻ ദൈവം എന്നറിയാമോ? എതിർപ്പുകളെ കാൽ കീഴെ ചതച്ചു കളയുന്നവനാണ്. ഹല്ലേലൂയ. വെല്ലുവിളികൾക്ക് മുകളിൽ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി വാഴുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, still he is on the throne. ഈ വല്ലാത്ത കാലഘട്ടത്തിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അവൻ ഇന്ന് രാത്രിയും തന്റെ സിംഹാസനത്തിൽ വാണരുളുന്നു. വേഗത്തിൽ ചില കാര്യങ്ങളോട് സമയപരിമിതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. പീസ് വിത്ത് ഗാഡ്. ദൈവത്തോട് നാം ക്രിസ്തു മുഖാന്തരം അനുഷ്ഠിക്കുന്ന സമാധാനം. 2, നമ്മിൽ തന്നെ നാം ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്ന സ്വസ്ഥതയും സമാധാനവും. 3-ാമത്തെ ഭാഗം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, അത് പീസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് നാം അനുഷ്ഠിക്കുന്ന സമാധാനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മർക്കോസ് 9:50 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ തന്നെ ഉപ്പുള്ളവരും തമ്മിൽ സമാധാനമുള്ളവരുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ സമാധാനം ആചരിക്കണം. അത് ഈയിടെയായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുക. ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും തമ്മിലടി, പോരും വൈരവും ഒക്കെ തീരാത്ത ആളുകളെയും സഭകളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ലോകം നമ്മളെ പകച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഗതി ഇതാണെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താന്നാ ലോകം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ്, ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന് അറിയാം, തമ്മിൽ സമാധാനമുള്ളവരായിരിക്കും. എത്ര വാക്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എല്ലാം എടുക്കുന്നില്ല, ഒറ്റ വാക്യത്തിൽ ആ ചെന്ന് ഞാൻ ഒതുക്കുക. ഓൺലി 1 വേഴ്സ്, ഒറ്റ വാക്യത്തിൽ ഒതുക്കുക. എബ്രായലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നതെന്ന് അറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്ക. എന്ത് ചെയ്യണമെന്നറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിച്ച്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഫോളോ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ഹോളിനെസ് വിതൗട്ട് വിച്ച് നോ മാൻ ഷാൽ സീ ദ ലോർഡ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, എബ്രായലേഖനക്കാരൻ പറയുക, എല്ലാവരോടും സമാധാനം ആചരിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മാൽ കഴിയുന്നിടത്തോളം അല്ല, കഠിനാധ്വാനം ചെയ്ത്, അങ്ങനെ ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, കഠിനാധ്വാനം ചെയ്ത് എല്ലാവരോടും സമാധാനം ആചരിച്ച് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. അതിനുള്ള ഒരു അവസരമാണ് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. അതിന് നമ്മൾ വില കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, this is closely related. ദൈവമായിട്ട് ക്രിസ്തു മുഖാന്തരം ഒരുവൻ സമാധാനത്തിൽ വരുമ്പോൾ അവൻ അവന്റെ ജീവിതത്തിൽ തന്നെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കും. അവരവരുടെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നവർ, സമാധാനം അനുഭവിക്കുന്നവർ മറ്റുള്ളവരുമായി എപ്പോഴും സമാധാന ബന്ധം കാത്തു സൂക്ഷിക്കും. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. Be diligent to keep the unity of the Spirit. Endeavoring to keep the unity of the Spirit in the bond of peace. സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നാം പരിശ്രമിക്കണം. ശ്രമിക്കാനല്ല, പരിശ്രമിക്കാനാ. Be diligent. Take the effort. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മക്കളെ, ആ ഭാഗം അധിക വിശദീകരണം കൂടാതെ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ വിട്ടുതരികയാണ്.
ദൈവമായിട്ട് നമുക്ക് സമാധാനം അനുഷ്ഠിക്കണമെങ്കിൽ, നമ്മിൽ തന്നെ സ്വസ്ഥതയും സമാധാനവും നാം അനുഭവിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരോട് സമാധാനം ആചരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് രാത്രി നമ്മൾ കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനം ആചരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ അന്തരംഗത്തിൽ നിറയപ്പെടുവാനായിട്ടിടയായിത്തീരട്ടെ. ഇന്ന് രാത്രി സമാധാനത്തിന്റെ ഈ 3 മേഖലകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോഴും ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാനുള്ളത്. നമുക്കൊരു വലിയ സമാധാനത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുണ്ട്. അതെന്താണെന്നറിയാം? യെശയ്യാപ്രവചനം 57-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാ വായിക്കുന്നത്. നീതിമാൻ നശിക്കുന്നു, ആരും ഗണ്യമാക്കുന്നു, അത് ഗണ്യമാക്കുന്നു. അടുത്തത്, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അടുത്ത വാചകം നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നേരായി നടക്കുന്നവരൊക്കെ താന്റെ കിടക്കയിൽ വിശ്രമം പ്രാപിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ഈ സന്ദേശം ഞാൻ പറഞ്ഞവസാനിപ്പിക്കുമ്പോ എനിക്ക് ദൈവമക്കളുടെ പ്രത്യാശയും പ്രതീക്ഷയും തൊട്ടുണർത്തേണ്ടതിന് വേണ്ടി ഓർപ്പിച്ചുണർത്തുവാനുള്ളത്, we have a great promise of eternal peace and rest. എനിക്ക് നിങ്ങൾക്കും നിത്യമായ ഒരു സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും വാഗ്ദത്തമുണ്ട്. പ്രവാചകൻ പറയുകയാണ്, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പല ദൈവമക്കളും പൊടുന്നനവെ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നിത്യതയുടെ തീരമണഞ്ഞു. നമുക്കൊക്കെ അത് വേർപാടിന്റെ വേദന ഉളവാക്കി എന്നുള്ളത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് ഗ്രഹിക്കുവാൻ പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്നതെന്നറിയാമോ? അവൻ സമാധാനത്തിലേക്കും പ്രവേശിക്കുന്നു. ആ സമാധാനം നിത്യസമാധാനമാ. ആ സമാധാനത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് എബ്രായ ലേഖനക്കാരൻ വിവരിക്കുമ്പോൾ 3-ന്റെ അവസാന ഭാഗങ്ങൾ 4-ാമത്തെ അധ്യായത്തിന്റെ ആദ്യഭാഗത്ത് വായിക്കുന്നത്, ആകയാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ വിശദീകരിക്കുന്നില്ല. Promise of entering into eternal rest. Hallelujah. അല്പകാലം ഇവിടെ ഈ ജീവിത അനുഭവങ്ങളിൽ ഒരു ചെറിയ സ്വസ്ഥത അനുഭവിച്ച് സമാധാനം അനുഭവിച്ച് ഇവിടം കൊണ്ട് തീരുന്നതല്ല ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതം. സഹോദരാ, നിന്റെ ജീവിതം, എന്റെ ജീവിതം നേരെ മറിച്ച് ഇവിടെ ജീവിക്കുമ്പോഴും അസ്വസ്ഥതകളുടെ നടുവിലും സ്വസ്ഥത അനുഭവിച്ച്, അസമാധാനങ്ങളുടെ നടുവിലും സമാധാനം അനുഭവിച്ച് ആത്യന്തികമായി ഇവിടെ നിന്ന് വിട പറയുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ നിന്ന് വിട പറയുമ്പോൾ നാം വാതിൽ കടന്ന് എവിടേക്കാ പ്രവേശിക്കുന്നതെന്നറിയാമോ? നിത്യ വിശ്രാമത്തിലേക്ക്, നിത്യ സമാധാനത്തിലേക്ക്. Praise the Lord. Hallelujah. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, നിലവിളിയില്ലാത്ത, ആകുലതകളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത ഒരു അനുഭവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. The promise of eternal rest and peace. അതിനുവേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുകളിൽ അസ്വസ്ഥത വർദ്ധിക്കുമ്പം നമ്മുടെ അന്തരംഗം നമ്മളോട് സംസാരിക്കണം. നിത്യവിശ്രമത്തെ കുറിച്ചുള്ള പ്രത്യാശയാൽ നമ്മുടെ അന്തരംഗം നിറയുവാനായിട്ടിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഭക്തനായ പാട്ടുകാരൻ ഇങ്ങനെ പാടി, സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ, ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ, ക്ലേശിപ്പാൻ ലവലേശം കാര്യമില്ല എന്ന് പാടിയിട്ട് ആ പാട്ടുകാരൻ ഉദ്ധരണികളിൽ പാടിയത് ഇങ്ങനെയാണല്ലോ, ചരണങ്ങളിൽ പാടിയത് ഇങ്ങനെയാണല്ലോ, കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറായി കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി.
ഈ രാത്രി എന്നെ കേൾക്കുന്ന ഭക്തനെ, ഭക്തയെ, നിന്റെ പ്രത്യാശ ഉണർത്തപ്പെടട്ടെ. അസ്വസ്ഥതകൾ ഉയരുമ്പോൾ, പ്രതിസന്ധികൾ ഏറുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ എനിക്കും നിനക്കും ഒരു പ്രത്യാശയുടെ നങ്കൂരമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ കാതുകളിൽ കേൾക്കും. ഞാൻ നിത്യ പ്രത്യാശയിലേക്ക്, നിത്യ വിശ്രാമത്തിലേക്ക്, നിത്യ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഈ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി ഈ പ്രതിസന്ധികളെ ആത്മബലത്തോടുകൂടി അഭിമുഖീകരിക്കുവാനുള്ള ദൈവകൃപയും, കൊടുങ്കാറ്റിന്റെയും തിരമാലയുടെയും നടുവിൽ അമരത്ത് തലവച്ചുറങ്ങിയ കർത്താവിനെ പോലെ ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ അത്യുന്നതനായ ദൈവം തന്റെ ദിവ്യ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അന്തരംഗത്തിൽ തന്ന് നമ്മെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.